നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം നിയന്ത്രണം വിട്ടുമറിഞ്ഞ മിനി ലോറിയിൽ ടോറസ് ലോറി ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. തിരുമിറ്റക്കോട് ഭാഗത്തു നിന്നും കുടിവെള്ള ബോട്ടിലുമായി പന്നിത്തടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂ ബസാറിന് സമീപം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിന്റെ എഡ്ജിറങ്ങിയ മിനി ലോറി പിന്നീട് നിയന്ത്രണം നഷ്ടമായി റോഡിലേക്ക് മറിയുകയായിരുന്നു. ഇതേസമയം റോഡിലൂടെ വരികയായിരുന്ന ടോറസ് ലോറി മിനി ലോറിയിലേക്ക് ഇടിച്ചു കയറി. ടോറസ് ലോറി വേഗത കുറവായതിനാൽ വൻ അപകടം ഒഴിവായി. 65ഓളം കുടിവെള്ള ബോട്ടിലുകളാണ് മിനി ലോറിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും അപകടത്തെ തുടർന്ന് നശിച്ചു. പട്ടാമ്പി നേർച്ചയ്ക്കിടെ 3 മൊബൈൽ ഫോണുകൾ കവർന്നെടുത്ത മോഷ്ടാവ് തൃത്താല പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട് സ്വദേശി നടക്കാവ് പരിന്റപുരയ്ക്കൽ വീട്ടിൽ ഷാഹുലാണ് പിടിയിലായത്. പട്ടാമ്പി നേർച്ച കാണാനെത്തിയ സുഹൃത്തുക്കളായ 3 പേർ തങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഇരുചക്രവാഹനത്തിനകത്ത് സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. എന്നാൽ മൂവരും വാഹനത്തിനകത്ത് മൊബൈൽ ഫോൺ വെക്കുന്നത് മോഷ്ടാവ് കാണുകയും പിന്നീട് ഇയാൾ ഫോണുകൾ കവർന്നെടുത്ത് സ്ഥലം വിടുകയുമായിരുന്നു. ഫോണുടമകളുടെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സൈബർ സെൽ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മോഷ്ടാവ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന് കണ്ടെത്തുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു. ഇയാളിൽ നിന്നും മോഷ്ടിച്ചെടുത്ത 3 ഫോണുകളും പോലീസ് കണ്ടെടുത്തു. പ്രതി ഷാഹുൽ മറ്റ് മോഷണ കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. തൃത്താല SHO VV വിമൽ, SI ഷാജി KM, SI കാജ ഹുസൈൻ, CPO രാകേഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CCTV ന്യൂസ് തൃത്താല. ഇത്തവണത്തെ SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. ആദ്യദിന പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ. ജില്ലയിൽ 40,000-ഓളം പേരാണ് SSLC പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്ത് ഇത്തവണത്തെ SLC പരീക്ഷയ്ക്ക് തുടക്കം കുറിച്ചു. +2 പരീക്ഷയ്ക്ക് പിറകെയാണ് SLC പരീക്ഷയും ആരംഭിച്ചിരിക്കുന്നത്. 41,000-ഓളം പേരാണ് ഇത്തവണ SLC പരീക്ഷ എഴുതുന്നത്. രാവിലെ 9:30-നാണ് പരീക്ഷ ആരംഭിച്ചത്. ജില്ലയിൽ പാലക്കാട്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലകളിലായി 195 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 41,763 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 879 വിദ്യാർത്ഥികളാണ് പരുതൂർ ഹൈസ്കൂളിൽ പരീക്ഷ എഴുതുന്നത്. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ 13,476 പേരാണ് SSLC പരീക്ഷ എഴുതുക. ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പരീക്ഷ എഴുതുന്നതും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പരീക്ഷ എഴുതുന്ന കേന്ദ്രവും പരുതൂർ ഹൈസ്കൂളാണ്. ആദ്യ ദിനത്തെ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. പരീക്ഷ സിമ്പിൾ ആയിരുന്നു. മോഡൽ എക്സാം പട്ടാമ്പി നേർച്ചയ്ക്കിടെ ഉപ ആഘോഷ കമ്മിറ്റികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘർഷത്തിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കുപറ്റിയിരുന്നു. പട്ടാമ്പി നേർച്ചയ്ക്കിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് 7 പേരെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആഘോഷ കമ്മിറ്റികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. ഇതിനിടെ പോലീസുകാരനടക്കം 10ഓളം പേർക്ക് പരുക്കും പറ്റിയിട്ടുണ്ട്. പരുക്ക് പറ്റിയ പോലീസുകാരനെ പട്ടാമ്പി സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് പോലീസ് ലാത്തിയും വീശി. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് 7 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേരുണ്ടെന്നും വീഡിയോ പരിശോധിച്ച് മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കുമെന്നും പട്ടാമ്പി പോലീസ് അറിയിച്ചു. ഞങ്ങളിത് ചേട്ടാ എന്താ എല്ലാരും തന്നെ വിളിക്ക്. ആരും അട്ടോർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഇരു വിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും തുടർന്ന് കയ്യാങ്കളിയും ഉണ്ടായത്. എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയ്ക്ക് നേരെയും ആഘോഷക്കാർ തിരിഞ്ഞത് ആനയും വിരണ്ടോടാൻ ഇടവരുത്തി.
പട്ടാമ്പി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആന തിരികെ കൊണ്ടുപോകുമ്പോൾ പാലക്കാട് തിരുനെല്ലായി വടക്കുമുറിക്ക് സമീപത്ത് വെച്ച് ലോറിയിൽ നിന്നും ഇറങ്ങിയോടി. പുലർച്ചെയായിരുന്നു സംഭവം. ഒരാൾക്ക് പരിക്ക്. പട്ടാമ്പി നേർച്ച കഴിഞ്ഞു മടങ്ങുകയായിരുന്ന ആനയാണ് പാലക്കാട് വടക്കുമുറിയിൽ വെച്ച് ലോറിയിൽ നിന്നും ഇറങ്ങിയോടിയത്. ഓട്ടത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പശുക്കളെ ചവിട്ടിക്കൊന്ന ആന നിരവധി വീടുകളും കടകളും തകർത്തു. പുലർച്ചെ 4:30 സംഭവം. പട്ടാമ്പി നേർച്ചയ്ക്ക് എഴുന്നള്ളിച്ചതിനു ശേഷം മറ്റൊരു ഉത്സവത്തിന് കൊണ്ടുപോവുകയായിരുന്ന മലപ്പുറം അക്കാരമേൽ ഗ്രൂപ്പിന്റെ ശേഖരൻ എന്ന ആനയാണ് ഓടിയത്. പാപ്പാന്മാർ അല്പം വിശ്രമിക്കാനായി ആനയെ ലോറിയിൽ നിന്നും താഴെ ഇറക്കുന്നതിനിടയിലാണ് ആന ഓടിയതെന്നാണ് പാപ്പാമാർ പറയുന്നത്. ഇരുട്ടായതിനാൽ ആദ്യം ആന എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താനായില്ല. പിന്നീട് അമ്പാട് നിന്നും ആനയെ കണ്ടെത്തി. എന്നാൽ ഓട്ടത്തിനിടെ ആന വ്യാപക നാശനഷ്ടം വരുത്തിവെച്ചു. 4 പശുക്കളെയും ഒരു ആടിനെയും ആക്രമിച്ചു. ഇതിൽ 2 ചത്തു. കൂടാതെ ഒരു കടയും പശുത്തൊഴുത്തും ഓട്ടോറിക്ഷയും വീടും നശിപ്പിച്ചിട്ടുണ്ട്. ആന വന്നത് ഇവിടേക്ക് ഓടി. അപ്പം ഞാൻ കട തുറന്ന് മുറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ട ആന കടേൻ്റെ ഉമ്മർത്ത് വന്ന് സർവത്തുമേശയെല്ലാം പൊളിച്ച് അങ്ങനെ എന്നെ കിട്ടാത്തപ്പോഴാണ് നമ്മുടെ കടേൻ്റെ സൈഡിൽ കൂടെ കയറി തട്ടുകടയൊക്കെ അടിച്ച് പൊളിച്ച് ഇതിൽ കൂടെ വന്ന് പിന്നെ ഇവർ ലൈറ്റിട്ട് സൗണ്ട് കേട്ടപ്പോൾ ആന അങ്ങോട്ട് കയറി നമ്മുടെ അടുക്കളയിൽ കൂടെ പോയി അടുക്കളയിൽ പൊളിച്ച് പശു ഫോമിൽ കയറി 2 പശു. ഒന്നുമില്ല. അത് പാപ്പന്മാർ അവരെ പറയേണ്ട ഇടച്ചങ്ങലിയില്ല മേച്ചങ്ങലിയില്ല കഴുത്തിലൊന്നും കാട്ടാന പോലെയാവും. ഇതാണ് അവർ പാപ്പന്മാർ. 1 മണിക്കൂർ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് 2 പേര് തേടി വന്നിട്ട് ഞങ്ങളുടെ ആനയാണ് ഇവിടെ വന്നത്. ഉള്ളിക്ക് ഓടിയ രക്ഷ ഞാൻ ഓടി അങ്ങനെ ആന പറഞ്ഞ ഉള്ളിക്ക് ഓടിയത് ആന എടുത്ത് മാലടച്ചതും നമ്മുടെ സർവത്തുമേശനെ ആടി തൂക്കി എറിഞ്ഞു. അധികം കൊമ്പൊന്നുമില്ല, ചെറിയ കൊമ്പാണ്. തമിഴ്നാട് സ്വദേശിയായ വ്യക്തിയും ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പലരും തലനാഴിയിലേക്കാണ് രക്ഷപ്പെട്ടത്. കുന്നംകുളത്തു നിന്നും എലിഫന്റ് സ്ക്വാഡ് എത്തി 7:30 ആനയെ തളയ്ക്കാനായത്. പാലക്കാട് സൗത്ത് കുഴൽമന്ദം പോലീസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ഒരിടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ തവനൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. രാവിലെ പ്രമുഖരുടെ വീടുകളിലെത്തി പിന്തുണ അഭ്യർത്ഥിച്ചു. തുടർന്ന് വൈകിട്ട് പടിഞ്ഞാറക്കരയിൽ നിന്നാരംഭിച്ച റോഡ് ഷോ കൂട്ടായി മംഗലം, ആലിങ്ങൽ, ചമ്രവട്ടം, നരിപ്പറമ്പ്, പാറപ്പുറം, മറവഞ്ചേരി, അയങ്കലം, തൃക്കണാപുരം, കണ്ടനകം, ചേകന്നൂർ, വട്ടംകുളം, നടുവട്ടം, പൂക്കരത്തറ, അംശക്കച്ചേരി എന്നീ സ്ഥലങ്ങൾ ചുറ്റി എടപ്പാൾ ടൗണിൽ സമാപിച്ചു. രാവിലെ ഡോക്ടർ ഗോപിനാഥൻ, മനോജ് എംബ്രാന്തിരി, ചലച്ചിത്ര പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥ് തുടങ്ങിയവരുടെ വീടുകളിലാണ് നേരിട്ടെത്തി സന്ദർശനം നടത്തിയത്. T. സത്യൻ, P. ജ്യോതിദാസ്, C. രാമകൃഷ്ണൻ, KN ഉദയൻ തുടങ്ങിയവരും കൂടെയുണ്ടായിരുന്നു. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, പൊന്നാനി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ പൊന്നാനിയിലെ സ്നേഹസമ്പന്നരായ വോട്ടർമാരെ നേരിൽ കാണുന്നതിനും വോട്ടഭ്യർത്ഥിക്കുന്നതിനും നീക്കുന്ന ആശീർവാദങ്ങളിൽ ഏറ്റുവാങ്ങുന്നതിനുമായി കടന്നു വരികയാണ്. ആശീർവദിക്കുക, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. നേർച്ച കഴിഞ്ഞ പട്ടാമ്പി ടൗണിൽ ശുചീകരണ യജ്ഞം. നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ പുലർച്ചെ മുതൽ ശുചീകരണം ആരംഭിച്ചു. 10,000 വന്ന് പങ്കെടുത്തു പോയ പട്ടാമ്പി നേർച്ചയുടെ ബാക്കി പത്രമായ ടൗണിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തികളാണ് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ടൗണിൽ ആരംഭിച്ചത്. പട്ടാമ്പി നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. പുലർച്ചെ 3 മണിക്ക് പ്രവർത്തികൾ ആരംഭിച്ചു. ആനപ്പിണ്ടം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ കുന്നുകൂടി കിടന്നിരുന്നത്. ഇതെല്ലാം നീക്കം ചെയ്ത് ശുചീകരിക്കുന്ന പ്രവർത്തികൾ ഏറെ നേരം നീണ്ടുനിന്നു. 60-ലേറെ ഹരിതകർമ്മസേന അംഗങ്ങളും മറ്റു ശുചീകരണ തൊഴിലാളികളുമെല്ലാം
പുലർച്ചെ 3 മണി മുതൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളാൽ രംഗത്തിറങ്ങിയിരുന്നു. പട്ടാമ്പി നഗരസഭയിലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അപ്പോൾ നമ്മുടെ പട്ടാമ്പി നേർച്ചയോടനുബന്ധിച്ച് 10,000-കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാത്രി ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടൗൺ മൊത്തം അലങ്കോലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ നമ്മുടെ ഹെൽത്ത് വിഭാഗം HS അടക്കമുള്ള ആളുകൾ രാവിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഹരിതകർമ്മ സേന അംഗങ്ങൾ, പിന്നെ നമ്മുടെ വർക്കേഴ്സ് അടക്കം ഉള്ള ആളുകൾ, വർക്കേഴ്സും നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളും ഏകദേശം ഒരു 65 ആളുകളുണ്ട്. നമ്മൾ ക്ലീനിങ്ങിനായിട്ട് പുലർച്ചെ 3 മണിക്ക് ഇറങ്ങുകയും അത് ഏകദേശം ഒരു 3/4 ഭാഗത്തോടു കൂടി ഇപ്പം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പരുവക്കടവ് ഭാഗം പൂർത്തീകരിച്ചു. പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് പരിസരം കഴിഞ്ഞു. പിന്നെ മെയിൻ റോഡുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചു. ഇനി നമുക്ക് പൂർത്തീകരിക്കാനുള്ളത് മേലെ പട്ടാമ്പി ഭാഗം മാത്രമാണ്. ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ ടൗൺ ശുചീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതും ഇന്ന് ഒരു 11-11:30 കൂടിയിട്ട് എല്ലാം പൂർത്തീകരിക്കുന്നതായിരിക്കും. നമ്മുടെ നഗരം ശുചിത്വമുള്ളതാക്കി പഴയ പടിക്ക് തന്നെ കൊണ്ടുപോകാനുള്ള ആ പ്രവർത്തനം ഇന്ന് അവസാനിപ്പിക്കുന്നതാണ്. നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തികൾ. ഉച്ചയോടെ തന്നെ ടൗണിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുമായി. പട്ടാമ്പി നഗരസഭ നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പട്ടാമ്പി നേർച്ചയുടെ ക്ലീനിങ്ങിലാണ്. ഞങ്ങൾ രാവിലെ 3 മണി തൊട്ടിട്ടാണ്, പുലർച്ചെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങൾ ശുചീകരണ വിഭാഗം തൊഴിലാളികളും ഹരിതകർമ്മസേനയും കൂടിയിട്ട് ഞങ്ങൾ പട്ടാമ്പി ക്ലീൻ സിറ്റി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ട് തന്നെ മാലിന്യ കൂമ്പാരങ്ങളാണ് ഇവിടെ നമുക്കുള്ളത്. ചാലിശ്ശേരി കൗക്കോട് കുളത്താണി ശ്രീ വിഷ്ണു ശാസ്താ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് 2 വാതിലുകൾ നൽകി കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റി മാതൃകയായി. ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ നടന്ന സമർപ്പണ ചടങ്ങിൽ ന്യൂ ലൈറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ശശി കരിപ്പാലി, വിജയൻ കരിപ്പാലി, ഷാജി കരിപ്പാലി, ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക്, ദേവസ്വം പ്രസിഡന്റ് കീഴൂട്ട് ശങ്കരൻ നായർ എന്നിവർ ചേർന്ന് വാതിലിന്റെ താക്കോൽ ക്ഷേത്രം മേൽശാന്തി മംഗലത്ത് നാരായണൻ നമ്പൂതിരിക്ക് കൈമാറി. ചടങ്ങിൽ മണി, രവി, പ്രകാശ്, സജി കുട്ടൻ, ശ്രീനി എന്നിവർ പങ്കെടുത്തു. പൈങ്കുളം വാഴാലിക്കാവ് വേല മഹോത്സവം മാർച്ച് 13-ാം തീയതി ആഘോഷിക്കും. ഇതിന്റെ ഭാഗമായി വേല കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം വിളിച്ചു. പൈങ്കുളം സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചെറുതുരുത്തി CI ബോബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാഴാലിക്കാവ് ദേവസ്വം പ്രസിഡന്റ് TV മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ചെറുതുരുത്തി SI ബദറുദ്ദീൻ വേല നല്ല രീതിയിൽ നടക്കാനുള്ള പദ്ധതികൾ പറഞ്ഞുകൊടുത്തു. വാടകം PM മുസ്തഫ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാഴാലിക്കാവ് ദേവസ്വം വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ, സെക്രട്ടറി KK കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അധികൃതർ പറഞ്ഞ സമയം തെറ്റി വേല കാവിൽ കയറ്റുകയോ വഴിയിൽ വെച്ച് വിവിധ ക്ലബ്ബുകളുടെ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ വേല ആഘോഷത്തെ ബാധിക്കുകയോ ചെയ്താൽ കമ്മിറ്റിയിലുള്ള 5 പേരുടെ പേരിൽ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ഭക്തിയുടെ മറ്റ് കൃത്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മറ്റ് വിധംസപര പ്രവർത്തനങ്ങളൊന്നും അവിടെ നിന്ന് അനുവദിക്കത്തില്ല. മദ്യപിച്ച് ലഹരി പ്രശ്നങ്ങളുണ്ടാക്കാൻ പോലീസ് അനുവദിക്കത്തില്ല. പോലീസ് സ്ട്രിക്റ്റ് ആക്ഷൻ ഉണ്ടായിരിക്കും. പോലീസിൻ്റെ ആക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. നമുക്കൊരു ഭക്തിപരമായിട്ടുള്ള ഒരു ഉത്സവത്തിന് പോലീസ് ഇടപെട്ട് അലങ്കോലമാക്കുന്നൊരു സ്ഥിതി ഉണ്ടാകരുത് എന്നാണ് ഞാൻ അപേക്ഷിക്കുകയാണെങ്കിലുള്ളത്. കാരണം വാഴാലിക്കാവ് ഉത്സവം അതുപോലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ഞാൻ കോട്ടയം സ്വദേശിയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നുണ്ട്, ഒത്തിരി കേട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഈ ക്ഷേത്ര ഉത്സവം കാണാനായിട്ട്. എന്നോട് എൻ്റെ 1-2 അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉത്സവം കാണാൻ വേണ്ടി 2 ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ഥലങ്ങളൊക്കെ ഈ ഇതെല്ലാം കാണാനും അമ്പലത്തിൽ ഉത്സവം കൂടാനായിട്ട്. അങ്ങനെയൊക്കെ തന്നെ ഈ അമ്പലം വളരെ പ്രശസ്തമാണ്. അപ്പം ഡൽഹിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഈ അമ്പലത്തിൻ്റെ പവിത്രത. ചാലിശ്ശേരി പഞ്ചായത്തിലെ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടുവാൻ അധികാരികളുടെ സഹായം തേടിയത്. ശനിയാഴ്ച ആദ്യഘട്ടമെന്ന നിലയിൽ 3-ാം വാർഡ് കിഴക്കേപ്പട്ടിശ്ശേരി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണ സ്വദേശി വേട്ടക്കാരൻ അലിയുടെ നേതൃത്വത്തിൽ 15ഓളം പേരടങ്ങുന്ന സംഘം കാട്ടുപന്നികളെ പിടികൂടിയത്. പ്രത്യേക പരിശീലനം നേടിയ 5 നായ്ക്കൾ മണം പിടിച്ചെടുത്ത് പന്നികളെ വേട്ടക്കാർക്ക് മുന്നിലേക്ക് ഓടിക്കും. തുടർന്നാണ് വേട്ടക്കാർ 6ഓളം കാട്ടുപന്നികളെ വെടിവെച്ചത്. കൊന്ന പന്നികളെ അതേ വാർഡിൽ തന്നെ നിയമാനുസൃതമായി സംസ്കരിച്ചു. ഇതിനായി 1/4 ലക്ഷത്തോളം രൂപ കർഷകർ പിരിച്ചെടുത്താണ് വേട്ടക്കാർക്ക് നൽകിയത്. ചാലിശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും കർഷകർക്ക് പിന്തുണ നൽകി. 2-ാം ഘട്ടത്തിൽ 11-ാം വാർഡിലെ പാടശേഖര സമിതി അംഗങ്ങൾ പന്നികളെ പിടികൂടാനുള്ള ഒരുക്കത്തിലാണ്. ചാലിശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ ജനങ്ങൾക്കും കർഷകർക്കും കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായിരുന്നു. പലയിടങ്ങളിലും പലർക്കും പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു.
2 വർഷം മുമ്പ് കാട്ടുപന്നികളുടെ രൂക്ഷമായ ആക്രമണം തടയാൻ സർക്കാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയ അധികാര ഉത്തരവ് മെയ് മാസം വരെ നീട്ടി നൽകിയിട്ടുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ പന്നിവേട്ട നടത്താൻ പ്രയാസം വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. സംഭവസ്ഥലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, നിഷ അജിത് കുമാർ, റംല വീരാൻകുട്ടി, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് P. ലിംലി എന്നിവർ സന്ദർശിച്ചു. പന്നിശല്യം രൂക്ഷമായ അവസരത്തിൽ എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് കൃഷിഭവനും ചാലശ്ശേരി ഗ്രാമപഞ്ചായത്തും അതിൽ പ്രത്യേക അഭിനന്ദിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ റംല വീരാൻകുട്ടിയാണ്, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യയും അവരെല്ലാവരും, അതുപോലെ തന്നെ കർഷക സുഹൃത്തുക്കളും പാടശേഷ സമിതികളും എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 5-6 പന്നികളെ പിടിക്കാൻ നമുക്ക് സാധിച്ചു. ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും ഒരു ഭാഗമാക്കുകയാണെങ്കിൽ എല്ലാ വാർഡുകളും നമുക്ക് പന്നിശല്യം കുറഞ്ഞു കിട്ടുമെന്നുള്ള കാര്യം. ഇതോടെ നിളയോര വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.